കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ വ്യാപക റെയ്ഡുമായി പോലീസ്. ആക്രമണത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് ഉൾപ്പെടെ കണ്ടെടുക്കുന്നതിന് പ്രതികളായ 4 വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് റെയ്ഡ്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ റെയ്ഡ്. ഒരു പ്രതിയുടെ വീട് പൂട്ടിയിരിക്കുകയാണ്. നിലവിൽ ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകാൻ ചേരുന്നു നമ്മളോടൊപ്പം. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ നിന്ന് രാഹുൽ സുരേഷുമുണ്ട്. രാഹുൽ, വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട്. എന്താണിപ്പോൾ, ഏത് സ്വഭാവത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഉന്നതരും മുതിർന്നവരും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ സംഘവും പ്രവർത്തിച്ചു എന്ന സംശയം കുടുംബം ആദ്യം തന്നെ ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിലാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയത്. ആദ്യം ചുങ്കത്തെ ഒരു വീട്ടിലാണ് പരിശോധന നടത്തിയത്. പക്ഷേ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട് പൂട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് അവരോട് ഉടൻ തന്നെ വീട്ടിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 3 വീടുകളിലും ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആക്രമണം ഈ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആണ് എന്ന വിവരം പുറത്തു വന്നിരുന്നു. ആ മാരകായുധങ്ങൾ കണ്ടെത്താനാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുവരെയുള്ള പരിശോധനയിൽ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മാതാപിതാക്കളുടെ 4 മൊബൈൽ ഫോണുകൾ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പരിശോധന വരും മണിക്കൂറുകളിലും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകും എന്ന കാര്യം ഇതിനോടകം തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ നമ്മളോട് സംസാരിച്ചപ്പോൾ ഈ പ്രതികൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്, അതുകൊണ്ട് ഈ അന്വേഷണത്തെ ബാധിക്കുമോ എന്ന സംശയം അവർക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ സംശയം, അത്തരത്തിൽ യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുമെന്ന കാര്യം തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതേസമയം മറ്റൊരു യോഗം ഇപ്പോൾ കളക്ടറേറ്റ് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കുടുംബം ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നാളെ പ്രതികളായ 5 പേരെയും പരീക്ഷ എഴുതിക്കാൻ എത്തിക്കുന്നത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മറ്റു കുട്ടികളുടെ ഒപ്പം ഇരുത്തി പരീക്ഷ എഴുതിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, വലിയ പ്രതിഷേധത്തിനും സാധ്യതയുണ്ടെന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മറ്റ് സെന്ററുകളിലേക്ക് ഈ 5 വിദ്യാർത്ഥികളെയും മാറ്റിയ ശേഷം പരീക്ഷ എഴുതിക്കാൻ സാധിക്കുമെന്നൊരു ആലോചനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യോഗം ഇവിടെ നടക്കുകയാണ്. ആ യോഗ തീരുമാനം ഉടൻ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറയുന്നു. അതുമാത്രമല്ല, ആ യോഗത്തിന് ശേഷമായിരിക്കും നാളത്തെ ഈ പ്രതികളെ എവിടെ ഇരുത്തിയാണ് പരീക്ഷ എഴുതിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്താണെങ്കിലും കുടുംബം പോലീസിലും സർക്കാരിലും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് പരിശോധന, പോലീസ് അന്വേഷണം മറുഭാഗത്തും പുരോഗമിക്കുകയാണ്. ഗോപി, രാഹുൽ, ഇതിപ്പോൾ കൂടുതൽ നേരം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? രാവിലെ 11 മണിയോടുകൂടിയാണ് 4 വീടുകളിലും ഒരേപോലെ തന്നെ പരിശോധന ആരംഭിച്ചത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വീട്ടിൽ പരിശോധന നടത്തുകയാണെങ്കിൽ മറ്റ് ആളുകൾക്ക് അവിടെ നിന്ന് മാറാനുള്ളൊരു സാഹചര്യം ലഭ്യമാകുമെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഒരേ സമയത്ത് 4 വീടുകളിലും പരിശോധന നടത്താം എന്ന തീരുമാനം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 11 മണിയോടെ തന്നെ താമരശ്ശേരിയിലെ പ്രതികളുടെ വീട്ടിൽ ഒരേ സമയം തന്നെ പരിശോധന ആരംഭിച്ചത്. അത് കൂടുതൽ സമയം എടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ചുങ്കത്തെ പരിശോധന, ഏറ്റവും ആദ്യം നമ്മൾ ലൈവ് നൽകിയ ചുങ്കത്തെ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കി 3 വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ ആക്രമണത്തിന് ഉപയോഗിച്ച മാരകായുധങ്ങൾ കണ്ടെത്തുക തന്നെയാണ് പ്രധാന ലക്ഷ്യം. അത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യാഴാഴ്ചയാണ് ഈ ആക്രമണം നടന്നത്. ഇന്ന് 4 ദിവസം പിന്നിടുകയാണ്. പ്രതികൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ഈ ഉപകരണങ്ങൾ, ഈ ആക്രമണത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ മാറ്റാനുള്ള സാഹചര്യം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതുമാത്രമല്ല, ഈ പ്രതികളുടെ വീടിന്റെ സമീപത്തെയും സ്കൂളിന്റെയും ട്യൂഷൻ സെന്ററിന്റെയും സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചും സമാനമായ അന്വേഷണം മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ അക്രമ സമയത്ത്, മുതിർന്ന ആളുകളോ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളോ ഈ അക്രമം നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് എത്തിയോ എന്ന കാര്യമാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. അതുമാത്രമല്ല, 4 മാതാപിതാക്കളുടെ ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് പരിശോധിക്കുന്നു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ വ്യാപകമായ റെയ്ഡുമായി പോലീസുണ്ട്. ആക്രമണത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് ഉൾപ്പെടെ കണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രതികളായ 4 വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് താമരശ്ശേരിയിൽ നിന്ന്.